ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആദ്യമേ തന്നെ ഈ മേഖലയിലേക്ക് എന്നെ എത്തിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച സാഗർ സാറിനും നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ പേര് സിൽജ. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കിഡ്നിയിൽ കല്ല് ആയിട്ടാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചാണ് ഇതിലേക്ക് വന്നത്. ടെന്നി സാറാണ് ഞങ്ങളിത് ആദ്യമായിട്ട് ഇത് പരിചയപ്പെടുത്തി തന്നത്. ടെന്നി സാറിന് ഒരു 10-25 വർഷം മുൻപുള്ള പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റീന സേവർ മാഡവും ടെന്നി സാറും കൂടി വന്നാണ് ഞങ്ങൾക്ക് കിഡ്നി കല്ലിന് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു 14-13 mm ഉള്ള 2 കല്ലുകളുണ്ടായിരുന്നു. അപ്പോൾ ലൂർദിലൊക്കെ പോയപ്പോൾ അത് പൊടിച്ച് കളയണം, 85,000 രൂപ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളത് പോന്നിട്ട് പിന്നെയും പല പച്ചമരുന്നുകളും ഇങ്ങനെ ഹോമിയോ അങ്ങനെ നാട്ടുവൈദ്യം എല്ലാം ആരെന്ത് പറഞ്ഞാലും അതൊക്കെ ചെയ്തു. പിന്നെ രാത്രിയിലൊക്കെ പോയി ഇഞ്ചക്ഷൻ എടുക്കും, അങ്ങനെയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കണമായിരുന്നു. അപ്പോഴാണ് ഇവരിത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് കിഡ്നി അടിച്ചു പോവും, അതൊന്നും മേടിച്ച് കഴിക്കാൻ നിൽക്കണ്ട. അപ്പോൾ എൻ്റെ അനിയത്തി ഇപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്യണ സനുജ മാഡം, ആളും ഒരു നഴ്സായതുകൊണ്ട് അവരും പറഞ്ഞ് നിങ്ങൾ ആവശ്യമില്ലാത്തതൊന്നും കഴിച്ച് വെറുതെ കിഡ്നി ഒന്നും കളയണ്ടാട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനോട് ഭയങ്കര എതിർത്ത് തന്നെ നിന്നു. പക്ഷേ റീന സേവർ മാഡും ടെന്നി സാറും നിരന്തരം ഇങ്ങനെ നിർബന്ധിച്ച് ഇത് ഉപയോഗിച്ചു. യൂറിഫ്ലഷ് ക്യാപ്സ്യൂളും ലിക്വിഡുമാണ് ആദ്യമായിട്ട് കൊടുത്തത്. അപ്പോൾ അത് ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 13 mm കല്ല് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ 13 mm മറ്റേ വലിയ കല്ല് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ട്യൂബിലിരിക്കുകയായിരുന്നു. പിന്നെ ആൾക്ക് വേദനയൊക്കെ കുറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതൊന്നും കഴിക്കാണ്ടായി, വെള്ളം കുടിക്കാണ്ടൊക്കെ ഇങ്ങനെ കുറച്ചാൾ ഇങ്ങനെ നീണ്ടുപോയി അത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെയും കുറേ നാൾ കഴിഞ്ഞ് വേദന വന്നപ്പോഴാണ് അത് കഴിച്ച് അത് ഇറങ്ങി. ഓരോ സ്കാനിങ്ങിലും അത് ഇറങ്ങി വരുന്ന ഇതൊക്കെ കണ്ടു. ഇപ്പോൾ അത് തീർത്തും അത് ഇല്ലാണ്ടായി. പിന്നെ ആളുടെ തന്നെ കണ്ണയുടെ സൈഡിൽ ഒരു മുറിവുണ്ടായിരുന്നു. അത് ചെറിയൊരു കുഞ്ഞുണൽ പോലെ വന്നതാണ്. അത് എപ്പോഴും ഇങ്ങനെയിട്ട് ഒരച്ചൊരച്ച് അത് പൊട്ടിച്ച് അത് വലിയ വട്ടത്തിലുള്ള വീണായി, എപ്പോഴും ചൊറിച്ചിൽ. അപ്പം റീന സേവർ മാഡം ഇത് കണ്ടു. ഒരിക്കലും കണ്ടപ്പോൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു വൂണ്ട് ഹീലുണ്ട്, അത് പുരട്ടി കഴിഞ്ഞാൽ മാറും എന്ന് പറഞ്ഞ് ആളത് ഉപയോഗിച്ച് വൂണ്ട് ഹീൽ പറ്റി ഉണങ്ങി. പക്ഷെ പിന്നെയും ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയും അത് ചൊറിച്ചിൽ വന്ന്. അപ്പോൾ എവിടെയെങ്കിലും ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ അതുമിട്ട് ഉരച്ച് ഇങ്ങനെ ചോര വരുന്നവരെ ഉരയ്ക്കും. അതാണ് ഈ പുള്ളിക്കാരൻ്റെ പരിപാടി. അപ്പം റീന ചേച്ചി പിന്നെയും കണ്ടപ്പോൾ പറഞ്ഞിങ്ങനെ അത് നിങ്ങളുടെ വൂണ്ട് ഹീലൊന്നും പറ്റിയിട്ടൊന്നും കാര്യമൊന്നുമില്ല, അതെ പിന്നെയും പൊട്ടിയെന്ന് പറഞ്ഞപ്പോൾ റീന മാഡം പറഞ്ഞു നമുക്കത് ഉള്ളിൽ കഴിക്കണം. അപ്പോൾ ആൻറ്റി അലർജിയും ബ്ലഡ് പ്യൂരിഫയറും കൂടി കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ആൻറ്റി അലർജിയും ബ്ലഡ് പ്യൂരിഫയറും കഴിച്ച് വൂണ്ട് ഹീൽ പരത്തി ആ മുറിവ് പൂർണ്ണമായിട്ടും ഉണങ്ങി. അതിൻ്റെ ഒരു പാടുണ്ട്, അത് പിന്നെ ക്രീമൊന്നും പറ്റിയത് മാറ്റാൻ നിൽക്കില്ല, പക്ഷെ അത് പൂർണ്ണമായിട്ടും ഉണങ്ങി. പിന്നെ ആ ചൊറിച്ചിൽ ഇല്ല ആൾക്ക്. അതേപോലെ തന്നെ ഞാൻ എന്നിട്ടും ഞാനൊരു സാധനങ്ങളും ഇതിനകത്തൊന്നും ഉപയോഗിക്കാനോ ഒന്നും ഞാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ളൊരു ലെവലിൽ ഞാൻ നിന്നു. അപ്പോൾ ഇവരെന്നെ എപ്പോഴും ഇവിടെ കാണാനൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ശല്യമായിട്ടൊക്കെ തോന്നുമായിരുന്നു കേട്ടോ. അപ്പം രാവിലെ എന്നെ വിളിക്കും, ടെന്നി സാറും വിളിക്കും, റീന മാഡം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വാക്പുണ്യമുണ്ട്, അതിൽ കയറണം എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ വെറുതെ ഇവരെ പറ്റിക്കാൻ തിരികെ ഓൺ ചെയ്ത് വെച്ചിട്ട് ഓഫാക്കിയൊക്കെ വെക്കുമായിരുന്നു. എനിക്കത് എന്നിട്ട് അന്ന് ശ്രദ്ധിക്കാൻ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് ഇത് എന്നും ഇങ്ങനെ ആയപ്പോൾ ഞാൻ ഇത് വാക്പുണ്യത്തിൽ കയറിയപ്പോൾ അതിലിങ്ങനെ ഒരു ടീച്ചർ പറയാണ് വുമൺ കമ്പാനിയൻ പീരീഡ്സ് മാറുന്ന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ആൻറ്റിയുടെ മോൾക്ക് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. പീരീഡ്സിൻ്റെ വയറുവേദന തുടങ്ങി കഴിഞ്ഞാൽ ഒരാഴ്ച ഭയങ്കരമായ വേദന എല്ലാവരും അറിയും വേദനയാണെന്ന്. പിന്നെ അവൾക്ക് എഴുന്നേക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ വാക്പുണ്യം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫാക്കിയിട്ട് അവളെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ട്, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാൻ പാടില്ല, നിൻ്റെ റിസ്കിൽ നീ അത് കഴിച്ചോ, ഞാൻ റീന മാഡത്തിനോട് കൊണ്ടുവന്ന് തരാൻ പറയാം, എനിക്ക് അതിൻ്റെ വേറെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാട്ടാ എന്ന് ഞാൻ പിന്നെയും ഒന്നും കൂടി പറഞ്ഞ്. അപ്പോൾ അവൾ അന്ന് നോക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾക്ക് വുമൺ കമ്പാനിയനും ബ്ലഡ് പ്യൂരിഫയറും കൊടുത്തു. ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾക്കാർ അവൾ പിന്നത്തെ പീരീഡ്സിന് അവൾ പറഞ്ഞ് വേദനയൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരും അവളോട് ചോദിക്കാൻ തുടങ്ങി, മുഖത്തിനൊക്കെ നല്ല മാറ്റം വന്ന് നിറമൊക്കെ വെച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പോൾ പറയാണ് ആൾക്ക് വെള്ളപൂക്കിൻ്റെ അസുഖം കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഒപ്പം മാറിക്കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ആദ്യമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്ത് ഒരു സംഭവത്തിന് ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ ഞാനിതിനെ ശ്രദ്ധിച്ച്. അതിക്ക് മുന്നേ എൻ്റെ വീട്ടിൽ കിട്ടിയെങ്കിലും ഞാനത് വലിയ മൈൻഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും ഞാനിത് ബിസിനസ് ആക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാനോ ഞാൻ തയ്യാറായിട്ടുണ്ടായില്ല. കൂടുതലും ഈ സനുജയുടെ സപ്പോർട്ട് എനിക്ക് ഇല്ലല്ലോ, അവർക്കല്ലേ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ. പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള
ഈ MLM പരിപാടികളോടൊക്കെ പൊതുവെ ഞാനൊരു പുച്ഛത്തോടു കൂടി നോക്കണ ഒരാളും കൂടി ആയതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റീന സേവർ മാഡം നിരന്തരം എന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ടെന്നി സാറും അതേ വിളിച്ചുകൊണ്ടൊക്കെ എപ്പോഴും വരെയും. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ ഇതെന്താണെന്നൊക്കെ നോക്കാം എന്ന് കരുതി. അപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് മുട്ട് തേയ്മാനമായിരുന്നു. 2 മുട്ടിനും മാറി മാറി ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ മുട്ടിൻ്റെ ഉള്ളിൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ കുറച്ച് ദിവസം വേദന മാറും, അത് കഴിഞ്ഞ് പിന്നെയും വേദന ഒടുങ്ങും. അങ്ങനെയായിരുന്നു. അങ്ങനെ അമ്മച്ചിക്ക് ഒരു 8 ഇഞ്ചക്ഷനോളം എടുത്തിട്ടുണ്ട് 2 മുട്ടിനും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതിനകത്ത് തേയ്മാനത്തിനൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാൻ ചേച്ചി പറഞ്ഞപ്പോൾ അപ്പോൾ അമ്മച്ചിക്ക് ആദ്യമായിട്ട് നോവേദന ക്യാപ്സ്യൂളും നാൽസ്യം പിന്നെ ചാമ്പി തൈലവും ഇത് 3 കൂടി കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മച്ചി വേദന ഭയങ്കരമായിട്ട് കൂടി. അപ്പം അമ്മച്ചി വേദന കൂടിയപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായില്ല നമ്മളോട് വേദന കൂടുമെന്നൊക്കെ പറഞ്ഞല്ല. അപ്പം അമ്മച്ചി അത് കഴിച്ചു, വെള്ളം കുടിക്കാനായിട്ടാണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് വെള്ളമൊക്കെ കുടിച്ചു. അമ്മച്ചിക്ക് ഒരു മാറ്റം വന്നപ്പോൾ ഞങ്ങൾ പറയുന്നില്ല, അമ്മച്ചി സനുജയുടെ അമ്മച്ചീനോട് പറഞ്ഞു. അവരുടെ അമ്മച്ചിക്ക് മീനെ തേയ്മാനം ഉണ്ട്, തിരുമലിനൊക്കെ പോകണേണ്. ഞങ്ങൾ രണ്ടുപേരും പറയാൻ പോയില്ല. അമ്മച്ചി പറഞ്ഞ് സനുജയുടെ അമ്മച്ചി പറയാണ്, സനുവിൻ്റെ അമ്മച്ചിക്ക് കഴിച്ച ഇത് മാറി എന്ന് പറഞ്ഞല്ല, അത് എനിക്കും മേടിച്ചതായിട്ടെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത്. പിന്നെ സനു ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവരുടെ അമ്മച്ചി മുകളിൽ സ്റ്റെപ്പ് കയറി മുകളിലൊക്കെ ഓരോ ജോലിയൊക്കെ എടുക്കണമെന്നൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് നല്ല സംഭവമാണല്ലോ. അങ്ങനെ ഞങ്ങൾ അപ്പോൾ സനുജയുടെ കുറേ ആൾ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഇതിൽ. സനുജ പറഞ്ഞിട്ടുണ്ട് ആളുടെ എക്സ്പീരിയൻസൊക്കെ. അപ്പം അവരുടെ കുറേ കൊച്ചിന് ശ്വാസം മുട്ട്, സ്കിൻ അലർജിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ റിസൾട്ടുകൾ അവിടെ ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് പുറത്ത് ഓരോരുത്തരോടൊക്കെ പറയാൻ തുടങ്ങി. സനുജ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ എനിക്കൊരു ധൈര്യം കിട്ടി. അപ്പം ഞാനും അവളും കൂടി ഒത്തിരി ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഗോവ ട്രിപ്പ് വിൻ ചെയ്തു. ഞങ്ങൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. റീന മാഡത്തിൻ്റെ നിരന്തരമായ നിർബന്ധത്തിന് വഴങ്ങി, അതേപോലെ അനിൽ തൈപ്രമിൽ സാറും അത്രയും നമ്മളെ നിർബന്ധിച്ചാണ് ഗോവ വിൻ ചെയ്തപ്പോൾ ഒത്തിരി പ്രോഡക്റ്റുകൾ വന്നല്ല. അപ്പോൾ അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതെന്ത് ചെയ്യാനാണെന്നുള്ള ആ രീതിയിൽ ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ ഹോം ഷോപ്പിൽ വെച്ച്. അപ്പോൾ ഹോം ഷോപ്പിൽ വെച്ചപ്പോൾ ഓരോരുത്തരുടെ അടുത്തൊക്കെ ഓരോ ഇതുകളൊക്കെ പണം കൊണ്ടുപോയ ആൾക്കാർക്കൊക്കെ റിസൾട്ടുകളൊക്കെ കിട്ടി. അപ്പോൾ എനിക്കിത്തിരി ധൈര്യം വന്നു. എന്നിട്ട് ഞങ്ങൾ പിന്നെ കൊടുത്തത് അപ്പച്ചനെ ഇങ്ങനെ എന്നിട്ടാണ് പേര് മറന്നുപോയല്ലോ ഞാൻ, ഇന്നാൾ കിട്ടിയത് പറയാം. അത് അപ്പച്ചൻ്റെ സനുജ പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഡിസംബറിൽ അപ്പച്ചന് സ്ട്രോക്ക് വന്നു. ഡിസംബർ 21-ാം തീയതി അപ്പച്ചൻ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് അവിടെ നേർച്ച സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പച്ചൻ്റെ കൈ പൊന്താണ്ടായി. അപ്പോൾ ആൾ തന്നെ ഓട്ടോ വിളിച്ച് മാള ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ നിന്ന് സെൻറ്റ് ജെയിംസിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് സനുജേനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അപ്പച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സെൻറ്റ് ജെയിംസിൽ ഇവർ ഇവിടെ നിന്ന് ചെന്ന് MRI ചെയ്യാൻ കൊണ്ടു ചെന്നപ്പോൾ പറഞ്ഞ് സ്ട്രോക്കാണ്. അപ്പം ഉടനെ ഇഞ്ചക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ സനുജ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ചാലാക്കിലേക്ക് കൊണ്ടുപോയിക്കോളാം. അങ്ങനെ വന്ന് അപ്പച്ചൻ അവിടെ ICUലൊക്കെ ആയിരുന്നു 3 ദിവസം. പക്ഷേ ആൾക്ക് ഞങ്ങൾ വെൽഹാർട്ട് അപ്പച്ചൻ കഴിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു. പിന്നെ അവർ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് എപ്പോഴും കഴിക്കുന്നുണ്ടാ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പച്ചനും അമ്മച്ചിയും വീട്ടിലാണ്. അവിടെ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് പോകുന്നല്ല. അപ്പോൾ ഞാൻ കഴിക്കുന്നുണ്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ എന്നൊക്കെ പറയും. നിരന്തരം ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ലെങ്കിൽ പോലും അതിനെ ഓവർകം ചെയ്യാൻ പറ്റി. അപ്പച്ചൻ വെൽഹാർട്ടും പിന്നെ സ്പൈറലിനെയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 21-ാം തീയതി ICUവിൽ അഡ്മിറ്റ് ചെയ്ത അപ്പച്ചൻ 24-ാം തീയതി ക്രിസ്മസ് ആയതുകൊണ്ട് 24-ാം തീയതി ഞങ്ങൾ വിളിച്ചു കൊണ്ടുപോകുന്നു. 25-ാം തീയതി എൻ്റെ വീട്ടിലായിരുന്നു ക്രിസ്മസ്. അപ്പച്ചൻ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ എല്ലാവരോടും അപ്പച്ചൻ ICUവിൽ കിടക്കുകയാണ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോലെ. 25-ാം തീയതി ഇവിടെ എൻ്റെ ചുറ്റുമുള്ള സ്വന്തക്കാരൊക്കെ കാണിയാണ്. അപ്പച്ചൻ എൻ്റെ വീടിൻ്റെ ചുറ്റും നടന്നിട്ട് പ്ലാവും തൈയൊക്കെ നേരെ വെച്ച് കെട്ടിത്തന്ന്, അത് കഴിഞ്ഞ് ചേമ്പ്, ഞാൻ ഭൂവസ്ത്രം ഇട്ട് ഉണ്ടാക്കിയ ചേമ്പ് വലിയ കട, അതൊക്കെ പറിച്ചുകൊണ്ട് വന്നി. ശരിക്കും ഭയങ്കര അത്ഭുതമായിട്ട് എനിക്കൊക്കെ തോന്നിയത്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എന്തായാലും അപ്പച്ചൻ്റെ ഒരു വശം തളർന്നു പോകുമോ, കൈ പൊന്തൂല, അങ്ങനെയൊക്കെയുള്ള പല ഇതുകളും നമുക്ക് ചിന്തയുണ്ടായിരുന്നു. അമ്മച്ചിയോടും ഡോക്ടർ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷേ 3-ാമത്തെ ദിവസം ആൾ ICUന്ന് വരെയും ചെയ്ത് ഒരു കുഴപ്പമില്ല. അതിപ്പോഴും എൻ്റെ അപ്പച്ചൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം പ്രോസ്റ്റേറ്റ്, ആ പേര് മറന്നു, പ്രോസ്റ്റേറ്റ് വീക്ക് ഉണ്ടായിരുന്നു അപ്പച്ചനെ. അപ്പോൾ ആൾ ഓരോടത്തും പോകില്ല, ഒരു പരിപാടിയിലൊന്നും പങ്കെടുക്കില്ല. എപ്പോഴും ഇങ്ങനെ ബാത്റൂമിൽ പോകണം, മൂത്രം ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞിട്ട് ആൾ ഒരു പരിപാടിക്കും പോകില്ല, വീട്ടിൽ ഇരിക്കുള്ളൂ. പക്ഷേ അപ്പച്ചനെ നമ്മൾ കൊടുത്തത് ന്യൂട്രിലൈഫ്, സ്പൈറലിന, മാൻശക്തിമാൻ, യൂറിഫ്രഷ്, അങ്ങനെ കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് ആൾ നല്ല ഉഷാറായി. അപ്പച്ചൻ ചെരിഞ്ഞ് നടന്നിരുന്ന ആൾ നല്ല നീർന്ന് തന്നെ നടക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ,
അവിടെ അടുത്തുള്ള ഒരു ചേച്ചി അവിടെ നിന്ന് ശരിക്കും 1 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അവരിങ്ങനെ നടന്ന് കാണിച്ചിട്ട് ചോദിക്കേ, എൻ്റെ അപ്പച്ചൻ്റെ പേര് ജോർജ് എന്നാണ്. ഇപ്പോൾ അടശ്ശേരി ജോർജിന് എന്താണ് നിങ്ങൾ കൊടുത്തത്, അതെനിക്കും താട്ട്, ഇപ്പോൾ ഇതിങ്ങനെ നടന്നൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെയല്ലേ നിങ്ങളുടെ അപ്പച്ചൻ ഇപ്പോൾ നടക്കണേ. അപ്പോൾ അത്രയും വലിയൊരു റിസൾട്ടിലേക്കൊക്കെ വന്നപ്പോൾ നമുക്ക് ധൈര്യം കൂടി ഇത് മറ്റുള്ളവരുടെ. അങ്ങനെ ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട് പുത്തൻവേലിക്കരയിൽ. അപ്പോൾ ഇത് ഷോപ്പിലൊക്കെ വെക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോരുത്തർക്ക് അവിടെ വരുന്നവരോടൊക്കെ ഇപ്പോൾ ധൈര്യമായിട്ട് മുന്നേ ഞാൻ ആരോടും പറയൂല, എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. ദൈവം ഇത് വല്ലവരോടും പറഞ്ഞാൽ അവർക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോകണമല്ല എന്ന് വെച്ചിട്ട് ഞാൻ ആരോടും പറയാനൊന്നും പോകില്ലായിരുന്നു. പിന്നെ എനിക്ക് ഇപ്പോൾ ധൈര്യം കിട്ടിയപ്പോൾ ഞാൻ വരുന്നവരോട് എല്ലാവരോടും കൊറിയർ സർവീസാണ്. അപ്പോൾ കൊറിയർ വാങ്ങാൻ വന്നവരോടും അവരുടെ കാലം എന്തെങ്കിലും ഒരു കെട്ട് കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്, അപ്പോൾ അവരോടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പ്രോഡക്റ്റുകൾ എല്ലാവർക്കും ആവശ്യമാണ്. ഇപ്പം നമ്മൾക്ക് തന്നെ കൊറിയർ പകുതിയും ഓരോ മരുന്നുകളാണ്. അപ്പോൾ ഞങ്ങൾ അവരോടൊക്കെ ചാമ്പിത്തേലത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് കോൺഫിഡൻസ് കൂടി. ഇപ്പോൾ എല്ലാവരോടും കാണുന്ന എല്ലാവരോടും പറയും. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡായാലും കൊറിയർ കൊണ്ടുപോയി കൊടുക്കാൻ ചെല്ലുന്ന വീടുകളിൽ അങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണത് തന്നെ അങ്ങനെയാണ്. അതുപോലെ പിന്നെ ഞങ്ങളുടെ വേറൊരു പരിചയത്തിലുള്ള ഞങ്ങളുടെ ഒരു ആശാൻ്റെ അമ്മ അപ്പച്ചന് ഇങ്ങനെ ആൻജിയോഗ്രാം ചെയ്യാനിരിക്കുകയാണ്. ഞങ്ങളൊരു ദിവസം അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് ആൻജിയോഗ്രാം ചെയ്യാനിരിക്കുകയാണ്, അപ്പച്ചന് ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ റീന മാഡത്തിനെയും കൂട്ടി അവിടെ പോയി. രാത്രിയിലാണ് ചെന്നത്. വൈകുന്നേരം ചെന്നപ്പോൾ അവരിങ്ങനെ പൈസയൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ്, പോകാനിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ. ആ ചേട്ടനൊട്ടും വയ്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ റീന മാഡം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഒത്തിരി റിസൾട്ടുകളൊക്കെ മറ്റുള്ളവരുടെയൊക്കെ പറഞ്ഞ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവർക്കൊരു ധൈര്യം വന്നു. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്യണമെന്ന് വെച്ചപ്പോൾ ആൾ പറഞ്ഞു, എന്നാൽ ഇവരുടെയും കൂടി കഴിച്ചിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ വെൽഹാർട്ട് ഇമ്മ്യൂണോ പ്രൊബയോട്ടിക് ഒക്കെ കൊടുത്തിട്ട് പോന്നു. പിന്നെ ഞാൻ കൃത്യമായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ധൈര്യമൊക്കെ കൊടുത്ത് ഞാൻ വിളിക്കും. അപ്പോൾ കുഴപ്പമില്ല എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹാർട്ടല്ലേ വല്ലതും വന്നുപോയി നമ്മുടെ ഒരു വാക്കുമ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോകാൻ എല്ലാം റെഡിയാക്കി നിന്ന ആൾക്കാർ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നും വിളിക്കുമായിരുന്നു. അത് പിന്നെ ആ ചേട്ടൻ തന്നെ വന്ന് നമ്മുടെ ഷോപ്പിൽ അടുത്ത മാസത്തെ ഗുളിയൊക്കെ വന്ന് വാങ്ങിക്കൊണ്ട് പോയി ടാബ്ലറ്റുകൾ. പിന്നെ 2 മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസം ആ ചേച്ചി എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാണ്, സിൽജെ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടായിരുന്നു, സ്കാൻ ECG എടുത്തപ്പോൾ ഹാർട്ട് നല്ല ക്ലീൻ ആയിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ ചോദിച്ച് എന്തെന്നാണ് നിങ്ങൾ കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ കുപ്പി കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത്. അപ്പോൾ കുഴപ്പമില്ല, നല്ലതാണ്, കഴിച്ചോളാൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഒരു വലിയൊരു റിസൾട്ടല്ലേ ഹാർട്ടിൻ്റെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വേറൊരു ഇവിടെ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് തന്നെ. ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അവർ വീട്ടിൽ ചെന്നപ്പോൾ ഇതുപോലെ ഒരു രാത്രി ഞങ്ങൾ ചെന്നപ്പോൾ പിറ്റേ ദിവസം രാവിലെ പൈൽസിന് ഓപ്പറേഷൻ ചെയ്യാൻ തന്നെ പോകാനിരിക്കുകയാണ്. ആ ചേട്ടന് ഭയങ്കര ബ്ലീഡിങ്ങാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ് എല്ലാം. അപ്പോൾ പേടിയാണെന്നുകൊണ്ട് ഗുളിക ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പറയാം. അപ്പോൾ ആൾ പറഞ്ഞ് എനിക്ക് പേടിയാവുകയാണ്, ഭയങ്കരമായിട്ട് ബ്ലീഡിങ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞ് എന്നാൽ കുഴപ്പമില്ല എന്ന് കൊണ്ടുവന്നതായോ എന്ന് പറഞ്ഞ് പൈൽസിസ് ടാബ്ലറ്റും ക്രീമും കൊടുത്ത് പിന്നെ ഇമ്മ്യൂണോയും കൂടി കൂട്ടി കൊടുത്തു. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാണ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ 2ൻ്റെ റിസൾട്ടായിട്ട് ആണ് പറഞ്ഞത്. ഇപ്പം അവരും എല്ലാവരോടൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. ആ ചേച്ചിക്ക് ഭയങ്കര സ്നേഹമാണ്. ഇപ്പോൾ നമ്മളോട് അടുത്ത് കാണുമ്പോൾ തന്നെ ആൾ പറഞ്ഞെന്ന് പറഞ്ഞത് ദൈവദൂതന്മാരെ പോലെയാണ് ഞങ്ങൾ അവിടെ ചെന്നത്. 2 തവണയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ നിൽക്കുന്ന സമയത്താണ് ചെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോഴൊക്കെ അതൊരു ഭയങ്കര സന്തോഷമാണ്. ആദ്യം ഞാൻ ഈ ടെന്നിസാറിനെയും റീന ചേച്ചിനെയൊക്കെ ഒത്തിരി ഒഴിവാക്കാൻ നോക്കിയ ആൾക്കാരാണ്. ഇപ്പം എനിക്ക് മനസ്സിലാണ്ട് അവർ അന്നെടുത്ത ആ ഒരു ഇതുകൊണ്ടാണ് നമ്മളിതിനകത്ത് നിലനിന്ന് പോണത്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ഒത്തിരി നന്ദിയോടെ ഓർക്കുകയാണ്. അതേപോലെ ഒത്തിരി റിസൾട്ടുകൾ കുറേ ഉണ്ട്. പിന്നെ എനിക്ക് എല്ലാം എഴുതി വെക്കണം എന്നൊക്കെ ഓർത്തിട്ട് മറന്നുപോയി. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സാറേ.